മലയാള മഹാസഭയുടെ ഇന്നലെ തിരുവനന്തപുരത്ത് ഹൈലാൻഡ് പാർക്കിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി രൂപീകരിച്ച ഹിന്ദു മഹാസഭയുടെ പ്രധാന അംഗമായ ശ്രീ പാറത്തോട് വിജയൻ അവറുകൾ ഇന്നലത്തെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രധാന ക്ഷണിതാവായിരുന്ന പുനലൂരിലുള്ള അയ്യാവ് അർജുനൻപിള്ള അവറുകളുടെ സാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ ആരാധ്യനായ പാറത്തോട് വിജയൻ അവറുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാന്യരായ മാധ്യമ സഹോദരിമാർ, കേരള വെള്ളാള മഹാസഭ ഞങ്ങളുടെ സമുദായ സംഘടന ആയി വളരെ വർഷങ്ങളായി 1959 മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഇന്നും അത് ഒന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അയ്യാസ്വാമി തിരുവടികളിൽ നമ്മുടെ ഗുരുവാണ് എന്നുള്ളതാണ്. ആ ഗുരുവിൻ്റെ പേരിൽ ഉള്ള പുനലൂര് കേന്ദ്രമാക്കി പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി നമുക്കറിയാം ക്ഷേത്രം ഉണ്ടെങ്കിലും ഇപ്പോൾ KVMSൻ്റെ ഒരു ശ്രമഫലമായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് ഒരാസ്ഥാനം ഉണ്ടാവണം എന്നുള്ള ശ്രമം അതും നടക്കുന്നുണ്ട്. അങ്ങനെ അയ്യാസ്വാമി തിരുവടികളെ ഗുരുവായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഐക്യത്തോടുകൂടി ശൈവകുലം എല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിപ്പോൾ. അത് ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. അത് നിശബ്ദമായിട്ട് ചെയ്തു വരികയാണ്. ആ സംഘടനയുടെ പുനലൂരുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് അർജുനൻപിള്ള സാർ. അദ്ദേഹത്തിന് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന ഒരാളെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മുടെ യോജിപ്പ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സംഘടനയിൽ നമ്മൾ ഹിന്ദു ഐക്യം എന്നുള്ളത് നമുക്ക് വേണം എന്നുള്ള ചിന്തയിൽ സമുദായ സംഘടനകൾ ഒന്നിച്ച സമയത്ത് ഹിന്ദു പാർലമെൻറ്റ് എന്നുള്ള ഒരു സംവിധാനം നമുക്കറിയാം. അന്ന് തന്ത്രിയും മഹാരാജാവും ഒക്കെ ചേർന്ന് രൂപീകരിച്ചതാണ്. അതിൽ സംഘടനയുടെ ആളായിട്ട് എന്നെയാണ് നിയോഗിച്ചിരുന്നത്. ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ച സമയത്താണ് 2016 CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ പിണറായി വിജയൻ സാറിനെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ VJT ഹാളിൽ ഞങ്ങൾ ആ സമ്മേളനത്തിൽ വിളിക്കുകയും അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഐക്യം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും അദ്ദേഹം വിളിച്ചുകൂട്ടി കോളേജുകൾ അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയിൽ കൂടി പലരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാറാണ് അവരുമായിട്ടാണ് അടുപ്പം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും സത്യത്തിൽ ആ വഴിക്കല്ല അടുപ്പം ഉണ്ടായിട്ടുള്ളത്. അത് ഹിന്ദു പാർലമെൻറ്റാണ്. അത് അദ്ദേഹം തന്നെ അന്ന് അദ്ദേഹത്തിനോട് ഈ ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞ പ്രധാനപ്പെട്ട 3 പേരിൽ ഒരാൾ ഞാനാണ്. CP സുഗതന്, ഞാൻ, സുരേന്ദ്രൻപിള്ള സാറുമാണ് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചത്. അത് ഇന്നും അത് തുടർന്ന് വരുന്നുണ്ട്. ഇടയ്ക്ക് ചില വ്യക്തികൾക്ക് ചിലപ്പോൾ താല്പര്യം കുറയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അതിൽ പ്രധാനമായിട്ട് ചെയർമാനായിരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ തന്നെ സുകുമാരച്ചൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ അതിൽ രാമൻ നായർ പങ്കെടുത്തിരുന്നതും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പം നമ്മൾ ആ ഹിന്ദു ഐക്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് മാറി
വീണ്ടും ശക്തമായിട്ട് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നും പ്രാവർത്തികമാവും. അതിനിടയിൽ ചില വിഷയങ്ങളിൽ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയുടെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ശക്തമായി അദ്ദേഹത്തോട് എതിർപ്പ് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അത് പിന്നീട് തിരുത്താൻ, എങ്കിലും അതിൽ രാഷ്ട്രീയത്തിൻ്റെതായ സ്വഭാവങ്ങളിൽ ചില വാശിയും ഒക്കെ വന്നു. അതൊക്കെ പിന്നീടും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമുദായ സംഘടനകൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയുമാണ്. അപ്പോൾ ഇപ്പോൾ അതിന് കുറേ കൂടി ശക്തി ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഈ ഹിന്ദു ഐക്യം വന്നതെങ്കിലും രാഷ്ട്രീയ തീരുമാനമൊന്നും പുതുതായിട്ട് എടുത്തിട്ടില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദേശീയ കാര്യങ്ങളിൽ ശക്തമാണെങ്കിൽ നമ്മൾ കേരള വെള്ളാള മഹാസഭ അതിനോടൊപ്പം നിൽക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പിന്നീടാണ് സമുദായങ്ങൾ കൂട്ടായിട്ട് തീരുമാനിക്കേണ്ടി വരുന്നത്. അത് സമീപകാലത്തുണ്ടായേക്കാം. എങ്കിലും ഇപ്പം നമ്മൾ പിന്താങ്ങുന്നത് ഇത് ദേശീയതയ്ക്ക് ഗുണകരമാണ്. അവിടെ ഈ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകാൻ പാടില്ല. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണവും, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇന്നും ശക്തരാണ്, അതാണ് സത്യം. അപ്പോൾ അവരും നമ്മളോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു ദേശീയ മുന്നേറ്റമാണെങ്കിൽ അതിനെ രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും അപാകത തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാനും നമ്മൾ മടിക്കുകയല്ല. ഇതാണ് നമ്മുടെ ലൈൻ. അതേസമയം തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്താണോ ഗുണകരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വരേണ്ടത്, അതിനെക്കുറിച്ചുള്ള ചിന്ത കൂട്ടായിട്ട്. കാരണം അവിടെ ഹിന്ദു പാർലമെൻറ്റിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമനുസരിച്ചാണെങ്കിൽ ഒരു 80% ഏത് ഭാഗത്ത് എന്ത് തീരുമാനത്തിലേക്ക് വരുന്നോ അത് 10-20% പിന്തുണയ്ക്കാൻ പറ്റാത്തതാണെങ്കിലും സൈലൻ്റ് ആകണമെന്നാണ്. ആ രീതിയിലായിരിക്കും അവിടെ നടക്കുന്നത്. 108 സമുദായങ്ങൾ വരെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അവിടെയാണ് ഈ ലോഗോ പോലും ഉണ്ടായത്, അല്ലാതെ മറ്റു വെളിയിലല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നസ്രാണികളെ കൂടെ വീണ്ടും കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തെ കൂടെ. അതൊരു സാഹചര്യത്തിൽ വന്നിട്ടുള്ള കൂട്ടായ്മയാണ്. ആദ്യം നമ്പൂതിരി മുതൽ നായാടി വരെ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നമ്പൂതിരി മുതൽ നസ്രാണി വരെ എന്ന് ചേർത്തു. ഇനി മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി നിർത്തണമെന്നല്ല, അതിൽ ഒരു ശക്തമായ വിഭാഗം ദേശീയതയിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ ദേശീയത മുന്നേ കണ്ടുകൊണ്ട് അതിന് തയ്യാറാണെങ്കിൽ അവരെയും ഇതിലേക്ക് കൂട്ടണം. ഇതാണ് ആ കാഴ്ചപ്പാട്. അതിൽ വലിയ തെറ്റുകളുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വെള്ളാള മഹാസഭ സാംസ്കാരികമായി നിൽക്കുന്ന അയ്യാസ്വാമി തിരുവടികളുടെ വാക്കുകളെ അങ്ങേയറ്റം അംഗീകരിക്കേണ്ട സമുദായം. ആ സമുദായം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഈ നീക്കം അല്ലെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ട് അറിയിക്കുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്.